Hello friends, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അതായത് നമ്മൾ കീബോർഡുകളൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ. അപ്പോൾ ഈ കീബോർഡല്ല, നമ്മൾ ഫോണിൽ കീബോർഡുകളൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ. അപ്പോൾ ഫോണിൽ കീബോർഡ് ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ കാര്യമായിട്ട് മെസ്സേജ് അയക്കാനും അതുപോലെ നമ്മളെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പല കീബോർഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ കുറച്ച് കീബോർഡ്സ് ഉണ്ട്, കീബോർഡ്, അതുപോലെ മറ്റ് കീബോർഡ്, ഷിഫ്റ്റ് കീബോർഡ്, അങ്ങനെ കുറേ കീബോർഡ്സ് നമ്മൾ അതേപോലെ മംഗ്ലീഷ് നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാനല്ലേ, അങ്ങനെ കുറേ കീബോർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ചില ഫോണുകളൊക്കെ ഡീഫോൾട്ടായിട്ട് ഒരു കീബോർഡ് ഉണ്ട്, G-ബോർഡ് എന്നൊരു കീബോർഡ് ഉണ്ട്. അപ്പോൾ ആ കീബോർഡിന് കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് കാണാം. നിങ്ങളുടെ ഫോണിൽ ആ G-ബോർഡ് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇൻട്രോയിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയേക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആദ്യം ആ ആപ്ലിക്കേഷൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഫോണുകൾ ഡീഫോൾട്ടായിട്ട് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആദ്യം എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൽ G-ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ കീബോർഡ്. അപ്പോൾ ഇത് ഓൾറെഡി എല്ലാ ഫോണിലും ഉണ്ടാവും, മിക്ക ഫോണുകളിലും G-ബോർഡ് ഉണ്ടാവും. അപ്പോൾ അതില്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ നമ്മൾ വാട്സപ്പാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് കീബോർഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കീബോർഡാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വലിച്ചിട്ട് നമുക്ക് കാണാം ഇവിടെ ആൻഡ്രോയിഡ് സിസ്റ്റം. അപ്പോൾ അതിൽ കാണാം ചേഞ്ച് കീബോർഡ്. അതിൽ ക്ലിക്ക് ചെയ്യാൻ നമ്മളെ ഫോണിലെ കീബോർഡ്സൊക്കെ അവിടെ വരുന്നതാണ്. അത് ചില ഫോണിൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും ഈ ഓപ്ഷൻസൊക്കെ. അപ്പോൾ കൂടുതൽ ഫോണിൽ മുകളിൽ നിന്ന് വലിച്ചാൽ നമുക്ക് അവിടുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ G-ബോർഡാണ് ഓൾറെഡി സെലക്ട് ചെയ്ത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും എറർ വരുമ്പോൾ നമുക്ക് ഓരോ പോർഷൻ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ സ്പേസിൻ്റെ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആ കറക്റ്റ് പൊസിഷനിലേക്ക് ഡ്രാഗ് ചെയ്യാം. അതായത് എങ്ങനെ നോക്കാം, ജസ്റ്റ് ആ സ്പേസ് സ്വിച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ നമുക്കിങ്ങനെ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് കീബോർഡ് ഉപയോഗിച്ചുള്ള ഒന്നാമത്തെ ട്രിക്ക്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ട് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നടുവിലായിട്ട്, അതായത് ഈ കീബോർഡിൻ്റെ മുകളിൽ സെൻട്രലായിട്ട് നിങ്ങൾക്ക് കാണാം സെറ്റിങ്സിൻ്റെ ഐക്കൺ. അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് ഒരു G എന്ന ഐക്കൺ കാണാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്കാണെന്നില്ലേ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഇംഗ്ലീഷ് ടു മലയാളം എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹലോ ഹൗ ആർ യു എന്ന് സെലക്ട് ചെയ്തപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ ഹലോ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ഓട്ടോമാറ്റിക്കായി അവിടെ മലയാളത്തിൽ വന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ട്രിക്ക്. നമുക്ക് മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ സാധാരണ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ മൂന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു സൈഡിലായിട്ട് കീബോർഡിൻ്റെ മുകളിലായിട്ട് നമ്മളെ വാട്സപ്പിൻ്റെ വോയിസ് റെക്കോർഡറല്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു റെക്കോർഡിങ്ങിൻ്റെ ഐക്കൺ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ ഓട്ടോമാറ്റിക്കായി ടൈപ്പ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ നിങ്ങൾ മംഗ്ലീഷിൻ്റെ കീബോർഡ് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ ഒരു ഐക്കൺ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കായി ടൈപ്പായി വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്,
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മൈക്കിൻ്റെ ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ ഓട്ടോമാറ്റിക്കായി ടൈപ്പായി വരുന്നതാണ്. അതുപോലെ ഇനി അടുത്തൊരു 4ാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞത് നമുക്ക് ഈ നമ്മൾ മെസ്സേജൊക്കെ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിന് ഹലോ ഫ്രണ്ട്സ് ഹൗ ആർ യു, അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ 2-3 ഫ്രണ്ട്സിനൊക്കെ അയക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യാതെ നമുക്ക് എങ്ങനെ അയക്കാമെന്നതാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹലോ ഫ്രണ്ട്സ് ഹൗ ആർ യു എന്നുള്ളതിന് ഒരു ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് സജഷൻ ചെയ്തിട്ട് മുകളിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഷോർട്ട് കട്ട് അടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ആ 8th ഫുള്ള് അവിടെ സജഷനായിട്ട് വരും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സ്, ഇതിൻ്റെ കീബോർഡ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡിക്ഷണറി എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ പേഴ്സണൽ ഡിക്ഷണറി എന്നതുണ്ടാവും. അതിൽ ഇംഗ്ലീഷാണ് ഓൾറെഡി. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാം. അപ്പോൾ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഇവിടെ ടൈപ്പ് എ വേർഡ്, അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഹലോ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തു. ഞാൻ അതിനൊരു ഷോർട്ട് കട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിനായി ഷോർട്ട് കട്ട് കൊടുക്കുന്നത് ഇവിടെ ഫസ്റ്റത്തെ QWE തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട ASD എന്നായിക്കോട്ടെ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുക. അതിനുശേഷം ബാക്കിലോട്ട് വരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഇനി കുറേ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്താണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഷോർട്ട് കട്ട് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് സജഷനായി വരുന്നുണ്ടോ നോക്കാം. കണ്ടോ, ASD എന്ന് അടിച്ചപ്പോൾ ഇവിടെ സജഷനായിട്ട് നമുക്ക് ഹലോ ഹൗ ആർ യു എന്ന് കണ്ടു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് പ്രിവ്യൂ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 4ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് 5ാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം ക്യാപിറ്റൽ വേണ്ടി വരും, ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ എല്ലാം സ്മോൾ ലെറ്റർ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ചിലപ്പോൾ ക്യാപിറ്റലും സ്മോളൊക്കെ വരാം. അപ്പോൾ അതങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. അത് എങ്ങനെ സെലക്ട് ചെയ്താണ് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് വേറെ ഒന്ന് പേസ്റ്റ് ചെയ്തായിരിക്കും. അപ്പോൾ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ക്യാപിറ്റൽ ആൻഡ് ക്യാപ്സ് ലോക്കും അതുപോലെ അതിനായിട്ടുള്ള ഇവിടെ ആരോ മാർക്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരവട്ടം ക്ലിക്ക് ചെയ്തപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് നമുക്ക് സ്മോൾ ലെറ്ററായി. ഇനി ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ വേർഡ്സിനും ഫസ്റ്റത്തെ ലെറ്റേഴ്സ് മാത്രം ക്യാപിറ്റലായി. ഇനി ഒരു പ്രാവശ്യം കൂടി നോക്കിയാൽ ഫുള്ളായിട്ട് ക്യാപിറ്റലായി. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ചിലർ ചെയ്യുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അത് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 6ാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണേ. ഇപ്പോൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു എന്ത് വേണം, എക്സ്ക്ലമേറ്ററി ചിഹ്നം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 1 2 3 എന്ന നമ്പർ പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് ABC എന്നത് നിങ്ങളെ ആൽഫബറ്റിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഈ 1 2 3 എന്നതിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഏത് ചിഹ്നമാണ് വേണ്ടതെന്ന് ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം സെലക്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സ്ക്ലമേറ്ററി ആണ്. ഓക്കെ അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ ആളുകൾക്കും ചിലപ്പോൾ അറിഞ്ഞോണമെന്നില്ല. കാരണം ആരപ്പോൾ കീബോർഡൊക്കെ ശ്രദ്ധിക്കുക, ജസ്റ്റ് ടൈപ്പ് ചെയ്യും, അത് നമ്മൾ സെൻഡ് ചെയ്യും, അത്രേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ നമുക്ക് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ടുള്ള കുറേ ട്രിക്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ പിറകിലുണ്ടെന്നില്ല ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ട്രിക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെട്ട ട്രിക്കാണെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ചുവന്ന ബട്ടൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോകളിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ലാസ്റ്റത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റത്തെ ട്രിക്ക് നമ്മൾ കുറേ കോപ്പി ചെയ്യില്ല, നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് കോപ്പി ചെയ്ത് കൊണ്ട് കൊടുന്നു വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യും, പിന്നെ രണ്ടാമതൊന്ന് കോപ്പി ചെയ്യും,
അപ്പോൾ ഫസ്റ്റ് കോപ്പി ചെയ്ത് ചിലപ്പോൾ നമുക്ക് വീണ്ടും ആവശ്യം വന്നാൽ നമുക്ക് വീണ്ടും പോയി അവിടുന്ന് കോപ്പി ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ട്രിക്സ് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ കീബോർഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണാം. അപ്പോൾ ആ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിപ്പ് ബോർഡ് എന്നൊരു സാധനമുണ്ട്. അപ്പോൾ ക്ലിപ്പ് ബോർഡ് ഒന്ന് ടേൺ ഓൺ ക്ലിപ്പ് ബോർഡ്. അപ്പോൾ അതൊന്ന് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് എന്തൊക്കെ ഇതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കോപ്പി ചെയ്തിരുന്നു അതൊക്കെ എന്തൊക്കെ വേണ്ട വെച്ചാൽ അപ്പോൾ ഏകദേശം എത്ര കിട്ടുമെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിവിടെ ഓഫായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും ഇതുവരെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഓഫായി കിടക്കുന്നവർക്ക് ജസ്റ്റ് ഇവിടെ ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ മുകളിലായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഏതൊക്കെ വേണ്ടാത്തൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അതുപോലെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് നമ്മൾ കോപ്പി ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഏഴാമത്തെ ട്രിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കീബോർഡിൻ്റെ ഹിഡൻ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.